നമോ നമഃ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സനാതനധർമ്മം എന്നാൽ എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു നിർത്തി. വളരെ ഗഹനമായിട്ടുള്ള ചിന്താപദ്ധതികളിലൂടെയാണ് അതിൻ്റെ ആ അർത്ഥതലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത്. അത് ഒറ്റ വാക്കിൽ അർത്ഥം ഒന്നും മനസ്സിലാകാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് വളരെയധികം അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിസ്തരിക്കേണ്ടതായിട്ട് വന്നത്. നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് മാത്രമാണ് അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഓരോന്നിൻ്റെ അർത്ഥം എന്നുവെച്ചാൽ വാക്കുകൾക്ക് തനതായിട്ട് ഒരു സ്ഥിരാർത്ഥമില്ല എന്ന് നമ്മൾ നേരത്തെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾക്ക് കോണ്ടെക്സ്റ്റ് അനുസരിച്ചേ അർത്ഥമുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു സെന്റൻസിനും കോണ്ടെക്സ്റ്റ് അനുസരിച്ചേ അർത്ഥം വരുള്ളൂ. ഇടയ്ക്കൊന്ന് നമ്മുടെ എപ്പോഴും ഈ രാഷ്ട്രീയക്കാരൊക്കെ എതിർ പാർട്ടിക്കാരെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സെന്റൻസിനോ ആ സെന്റൻസിന് ഒരു അർത്ഥം വരണമെങ്കിൽ ആ പാരഗ്രാഫുമായിട്ട് എങ്ങനെ യോജിച്ചു പോകുന്നു എന്ന് വെച്ചാൽ സന്ദർഭം ശരിയാകണം. ചില പുസ്തകങ്ങളിൽ ഒരു പാരഗ്രാഫുമായിട്ട് യോജിക്കണമെങ്കിൽ അത് ഏത് അധ്യായത്തിലാണ്, ആ അധ്യായത്തിന്റെ പ്രത്യേകത കൂടി മനസ്സിലായാലേ ആ പാരഗ്രാഫിന്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സംസ്കാരം എന്ന് പറയുന്നത് അത് വളരെ സ്ലോ ആയിട്ടുണ്ടായി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സംസ്കാരം നമ്മൾ ജനിച്ച് വളർന്ന ആ പ്രോസസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ് സംസ്കാരം. അപ്പോൾ ഓരോരോ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് ഓരോരോ ഭാഷയിലെ ഓരോരോ പ്രയോഗങ്ങളുടെ അർത്ഥം മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗഹനമായ കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അതിന് അതതിൻ്റെതായിട്ടുള്ളൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. അത് ശാസ്ത്രത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നേരത്തെയൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഈ സനാതനധർമ്മത്തിന്റെ കാര്യം പറയുമ്പോഴും ഉദാഹരണം പറയുന്നത് വലിയ സയൻസിലെ ഇക്വേഷൻ ഐൻസ്റ്റൈന്റെ E=mc² എന്ന് നമ്മൾ പറയാറുണ്ട്. എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ഇക്വേഷനാണ്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ വളരെ കാലം ആ ശാസ്ത്ര പഠന സംസ്കാരം ഉണ്ടാക്കി വന്നവർക്ക് മാത്രമേ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ഇന്ന് അതിന്റെ എത്ര വിശദീകരിച്ചാലും അതിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ശാസ്ത്രത്തിനാണെങ്കിലും അത് എത്ര ശാസ്ത്രമാണ് അതിന് നമ്മളെല്ലാം പ്രായോഗിക തലത്തിലേക്ക് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞാലും ശാസ്ത്രത്തിലെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ E=mc² എന്ന് പറഞ്ഞ ഒരു മന്ത്രമാണ്, ഒരു സൂത്രവാക്യമാണ്. അതൊക്കെ നമ്മൾ അതുപോലുള്ള പല കാര്യങ്ങളുമുണ്ട്. സ്പേസിന് ഒരു കർവ് ഉണ്ടാകുമെന്നൊക്കെ ഇവർ പറയും. നമുക്ക് സ്പേസ് തന്നെ നമ്മുടെ അനുഭവത്തിലേക്ക് വേറൊന്ന് കണ്ടിട്ട് ഇത് സ്പേസാണെന്ന് ഊഹിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ദൂരം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷെ ദൂരം എന്ന് പറയുന്നത് മനസ്സിലാകണമെങ്കിൽ ഏത് തൊട്ട് ഏതുവരെ എന്ന് 2 പോയിന്റുകൾ, 2 തെങ്ങുകൾ നിൽക്കുന്നു. ആ 2 തെങ്ങുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാണ്ട് ദൂരം നമുക്ക് കാണാൻ പറ്റുകയില്ല. നമ്മൾക്ക് കാണുന്നത് തെങ്ങുകൾ മാത്രമാണ്. അപ്പോൾ ആ തെങ്ങ് 2 കണ്ടുകൊണ്ട് നമ്മൾ ദൂരത്തെ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൂരം വാസ്തവത്തിൽ നമ്മൾ ഈ തെങ്ങുകളില്ലാതെ അനുഭവിക്കാൻ പറ്റുകയില്ല ആ ദൂരം. അതുപോലെ തന്നെ നമുക്ക് അനന്തമായിട്ടുള്ള ദൂരവും മറ്റൊക്കെ എന്തു പറയണമെങ്കിലും അവിടെ നക്ഷത്രങ്ങളോ സൂര്യനോ ചന്ദ്രനോ വേറെ ഏതെങ്കിലും ഒരു 2 ഇന്ദ്രിയഗോചരത്വമുള്ള 2 പോയിന്റുകൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ
ദൂരം എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ ദൂരം എന്നുള്ള ആശയത്തിന് അതിന് വളവുണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമുക്ക് കേൾക്കുമ്പോൾ വല്ലതുമൊക്കെ ഒന്നെങ്കിൽ അത് പറയുന്നത് ഭ്രാന്താണെന്ന് തോന്നും, അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലായി എന്ന് അങ്ങോട്ട് തോന്നും. പക്ഷെ മനസ്സിലായിട്ടൊന്നുമല്ല, മനസ്സിലാകാൻ പറ്റുന്നതല്ലതൊന്നും. അതിന് അങ്ങനെ മനസ്സിലാകണമെങ്കിൽ എന്തു വേണം? ആ സയന്റിഫിക് ആയിട്ടുള്ള ആ പഠനത്തിന്റെ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരണം. അത് വളരെ കാലം നമ്മൾ ആ സയൻസ് പഠിച്ചുള്ള സംസ്കാരം, അത് കഴിഞ്ഞാലേ മേളിലേക്ക് പോകണം. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. യോഗസൂത്രം, പതഞ്ജലിയുടെ യോഗസൂത്രം തുടങ്ങുന്നത് എന്താണ്? അധ യോഗാനുശാസനം എന്നാണ്. അധ യോഗാനുശാസനം. അധ എന്ന് പറഞ്ഞാൽ ഇനി. എന്താണ് ഇനി? അപ്പോൾ അതിന്റെ താഴെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള പല 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 ബേസിക് ആയിട്ടുള്ള പല പഠനങ്ങളെ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സൂത്രവാക്യങ്ങൾ മനസ്സിലാക്കേണ്ട ലെവലിലേക്ക് ചെല്ലുമ്പോഴാണ് അതിനെ സൂചിപ്പിക്കാനാണ് അധ എന്ന് പറഞ്ഞത്. അധ എന്ന് പറഞ്ഞാൽ വളരെ നാളത്തെ പഠനം അതിന്റെ പിന്നിലുണ്ട് എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞിട്ട് ആ യോഗസൂത്രം എന്നുള്ള ആ പുസ്തകം വല്ലതും മനസ്സിലാവുള്ളൂ. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പിന്നെ പറയുന്നത്. അത് തന്നെ മനസ്സിലാക്കാൻ അത് പല പല വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് അതിന് പതഞ്ജലി ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, വേറെ പല അർത്ഥങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വളരെ നാളത്തെ ഒരു പ്രയത്നം കൊണ്ട് സംസ്കാരം, ആ യോഗയുടെ സംസ്കാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ യോഗസൂത്രം എന്നുള്ള അത് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മൾ വിട്ടുകളഞ്ഞതല്ല. ഒരു ശ്ലോകം പകുതി പറഞ്ഞു നിർത്തിയിട്ട് ഇനി ബാക്കി പറയാമെന്ന് പറഞ്ഞത് അത് വിട്ടുകളഞ്ഞിട്ടല്ല. എന്താണ് സനാതനധർമ്മം എന്താണ് എന്ന് മനസ്സിലായി എത്ര കണ്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വന്നു. അതിനൊരു സംസ്കാരം ഉണ്ടാക്കുക, അതുപോലുള്ള പഠനങ്ങൾക്ക് ആ സൂത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ പൗരാണികർ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ നമ്മളുടെ പ്രാർത്ഥനകളിൽ ശാസ്ത്ര തത്വങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന വിധത്തിൽ ചെലുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ സമയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാകാതെ, സമയം വ്യത്യസ്തമാണ് എല്ലാവർക്കും, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുകയില്ല. എന്നിട്ട് നമ്മൾ സമയം എന്ന് വിചാരിക്കുന്നത് എന്താണ്? സമയം എന്ന് കരുതുന്നത് സൂര്യൻ ഒരു ദിവസം ഉദിക്കുന്നത് തൊട്ട് പിറ്റേ ദിവസം ഉദിക്കുന്നത് വരെയുള്ള ആ സമയത്തെ നമ്മൾ മണിക്കൂറുകളായിട്ടും മിനിറ്റുകളായിട്ടും സെക്കൻഡുകളായിട്ടും ഒക്കെ ഭാഗിച്ചിട്ട് അതിനെ നമ്മൾ സമയം എന്ന് അങ്ങോട്ട് ഒരു കോംപ്രമൈസിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ വാസ്തവത്തിൽ സമയം എന്നുള്ളത് അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സമയമാണ്. ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ചില അബദ്ധങ്ങളെ സത്യങ്ങൾ പോലെ അല്ലെങ്കിൽ തെറ്റുകളെ ശരി എന്നുള്ള രൂപത്തിൽ പഠിച്ചേ മതിയാവൂ. ആ എന്ന് എഴുതിയാൽ ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞാൽ അത് ശരിയൊന്നുമല്ല. ആ എന്ന് നമ്മൾ എഴുതുന്നതാണ് ശരി. അത് അങ്ങനെ എഴുതിയാലേ പരീക്ഷയ്ക്ക് മാർക്കും കിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ എഴുതിയാലേ വേറൊരാൾക്ക് അത് വായിക്കാനും പറ്റുള്ളൂ. പക്ഷേ നമ്മൾ മലയാളത്തിൽ എഴുതുന്ന പോലെയല്ല ഹിന്ദിയിലായി എഴുതുന്നത്, തമിഴിൽ അങ്ങനെയല്ല. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരേ ശബ്ദം എഴുതുന്നത്. അപ്പോൾ ഇതിൽ ശരി എന്ന് പറഞ്ഞൊരു അവസ്ഥയില്ല. പക്ഷേ ഒരു സമൂഹം, ഇപ്പം മലയാളികൾ എന്നുള്ള ഈ സമൂഹം, അത് ഇങ്ങനെ അവര് തമ്മിലുള്ള ഒരു കോംപ്രമൈസിലാണ്. ആ എന്നിങ്ങനെ എഴുതണം, ഈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം എന്നൊക്കെ. അതുകൊണ്ട് അത് ശരിയെന്നൊന്നും അർത്ഥമില്ല. അതേപോലെയാണ് നമ്മൾ സമയം, മണിക്കൂർ, മിനിറ്റ് എന്നൊക്കെ കണക്കാക്കുന്നത്. പക്ഷേ അത് ശരിയല്ല, അതല്ല സമയം. അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ വാസ്തവത്തിലുള്ളതിനെയല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വന്നത്. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വളരെ വലുതാണ്.
ഇതാണ് നമ്മളുടെ ശാസ്ത്രജ്ഞന്മാർക്ക് പറ്റുന്ന ഒരു കുഴപ്പം. അവര് ഈ സമയം എന്നൊക്കെ ഉള്ളത് കറക്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ പരീക്ഷണങ്ങൾക്കും സമയം, സ്ഥലം എന്നൊക്കെ ഉള്ളത് വളരെ ഇവർക്ക് പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ഇത് രണ്ടും എങ്ങനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അത് ഇവർക്ക് എക്വിപ്മെന്റ്സ് വെച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ മാത്രമേ ഇവർ എടുക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് അവർക്കത് അവരുടെ സംസ്കാരം വേറൊരു വിധത്തിലേക്ക് പോകുന്നു. എന്നാൽ ജീവിക്കുന്നവരുടെ സംസ്കാരം വേറെ, മറ്റവർ പഠിക്കുന്നവരുടെ സംസ്കാരം. ജീവിതത്തിൽ നിന്ന് അവർ ജീവിക്കുന്നതല്ലേ, അവരും ജീവിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ആ സംസ്കാരത്തിനേക്കാൾ കൂടുതൽ അവര് പഠനത്തിന്റെ സംസ്കാരം, അറിയുന്നതിന്റെ സംസ്കാരത്തിൽ നിന്ന് പഠിക്കുന്ന സംസ്കാരത്തിലേക്ക് പോയി. അറിയുക, നമ്മളൊക്കെ അറിയുകയാണ്. എന്താണ് കാര്യം? ഇപ്പൊ ഉദാഹരണം, അറിയുന്നതും പഠനവും തമ്മിലുള്ള വ്യത്യാസം. പഠിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? 1 മണിക്കൂർ, 1 മിനിറ്റ്, 1 സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? ഇങ്ങനെയുള്ള സമയത്തിലല്ല ജീവിക്കുന്നത്. ഉദാഹരണത്തിന്, ഞാനും എൻ്റെ ഒരു ബന്ധുവും കൂടെ ഒരു കച്ചേരി കേൾക്കാൻ പോയി, സംഗീത കച്ചേരി. അത് കർണാട്ടിക് മ്യൂസിക്കാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ അത് യാതൊരു താല്പര്യമില്ല. ഇത് വാവിളിക്കലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഉത്സവമല്ലേ, അവിടം വരെ ഒന്ന് പോയേക്കാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പോയത്. അപ്പോൾ കച്ചേരി കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വളരെ ലയിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അരമണിക്കൂറായപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു 2 മണിക്കൂർ പോയ പോലെയാണ്. അത്രയധികം പ്രശ്നമാണ്, അത്രയധികം പെയിൻ. 2 മണിക്കൂർ കൊണ്ട് സാധാരണ രീതിയിൽ പോയാൽ അദ്ദേഹത്തിന് മാനസികമായിട്ടുണ്ടാകുന്ന ആ പെയിൻ എത്രയാണോ അത് ഈ അരമണിക്കൂർ കൊണ്ടുണ്ടായി. പക്ഷെ എനിക്കാണെങ്കിൽ 10 മിനിറ്റ് ആയതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ 2 കൂട്ടർക്കും ആ ജീവിതത്തിന്റെ അനുഭവത്തിലെ സമയം എനിക്ക് 10 മിനിറ്റും അദ്ദേഹത്തിന് 2 മണിക്കൂറുമായി. ഞങ്ങൾ രണ്ടുപേരും ഒരു കോംപ്രമൈസിൽ എത്തണമെങ്കിലാണ് കമ്മ്യൂണിക്കേഷൻ ഭാഷയായിട്ടുള്ള പഠിച്ചു വച്ചിരിക്കുന്ന, വാറ്റിൽ നോക്കിയിരിക്കുന്ന നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന സമയം അരമണിക്കൂറെന്ന് തീരുമാനിച്ചു. ഒരു 15 മിനിറ്റ് കൂടി ഇരുന്നോളൂ എന്ന് പറയും. ആ 15 മിനിറ്റും എനിക്ക് വളരെ കുറവായിരിക്കും, അദ്ദേഹത്തിന് വളരെ കൂടുതലായിരിക്കും. എന്നിട്ട് നമ്മളൊരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്കാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ ആരോട് ചോദിച്ചാലും നമ്മൾ 3/4 മണിക്കൂർ അവിടെ ഇരുന്നു എന്ന് പറയും. പക്ഷെ ഞാൻ ഇരുന്നത് വളരെ കുറച്ച് സമയവും അദ്ദേഹം ഇരുന്നത് വളരെ കൂടുതൽ സമയവുമാണ്. ഇതാണ് വ്യത്യാസം. പഠിച്ചു വച്ചിരിക്കുന്ന അറിവുകളും അറിയുന്ന അറിവുകളും തമ്മിൽ, എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന അറിവുകളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ സംസ്കാരം യോജിപ്പുള്ളതായിരിക്കണം. അതിനാണ് നമ്മളുടെ ഈ കൊച്ചിലെ തൊട്ട് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ കാലകാലനെ 4 വേദങ്ങൾക്കും മൂലമായുള്ള തൃപ്പാദ പങ്കജം മാലകറ്റുവാൻ മനസ്സേ തോന്നണേ നീലലോചന കൃഷ്ണ എന്ന് പറയുന്നതിന്റെ നമ്മൾ പകുതി അർത്ഥം പറഞ്ഞു. കാലകാലൻ, ഈ കാലം ഉണ്ടാക്കുന്നത് ആണ്. കാലം നമ്മളുടെ ആ അനുഭവങ്ങളും മനസ്സിലുണ്ടോ, പഠനവും ഒക്കെ 2 വിധത്തിലുള്ള കാലമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാക്കുന്ന കാലം വ്യത്യാസമാണ്. അതാണ് ആ കാലത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കാലത്തിന്റെ കാലനാണ് മറ്റത്. മനസ്സിലാണ്ടോ? നമ്മളുടെ അനുഭവകാലം അതെങ്ങനെയാണ്? ആ അനുഭവത്തിലുണ്ടാകുന്ന കാലം ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. ഇന്നിപ്പോ മനസ്സിലായില്ലേ? ഉദാഹരണമുണ്ട്. അപ്പൊ കാലകാലന് 4 വേദങ്ങൾക്കും മൂലമായുള്ള 4 വേദങ്ങൾ, ഋക്ക്, യജുസ്, സാമം, അഥർവം. ഈ 4 വേദം എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ പറഞ്ഞു. ഒന്ന് ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ പഠിക്കുന്ന, നമ്മൾ മണിക്കൂർ മിനിറ്റ് എന്നൊക്കെ പറയണ പോലെ പഠിക്കുന്ന, അത് പഠിച്ചു വെക്കൽ മാത്രമാണ്. പിന്നെയോ അത് യജുസായിട്ട് വരുമ്പോൾ ജീവിതത്തിൽ അത് ഉപയോഗിക്കും, നമ്മൾ പണിക്കിറങ്ങുന്ന സമയത്ത് എന്ന് പറയും വേണമെങ്കിൽ. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ഋക്ക്, യജു, സാമം, അത് നമ്മളുടെ വാനപ്രസ്ഥം, പെൻഷനായി കഴിഞ്ഞിട്ട് നമ്മളുടെ ഇത്രയും കാലം ജോലിയെടുത്തതും പഠിച്ചതും ജോലിയെടുത്തതും
അതിൻ്റെ കിട്ടിയ ശമ്പളവും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ നമ്മളുടെ ജീവിതം എത്രമാത്രം സാർത്ഥകമായിരുന്നു എന്നൊക്കെയുള്ള അനാലിസിസ് ആണ് ആ സമയത്തിരുന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നത്. മനസ്സിലാകണ്ടോ? അപ്പോൾ നമ്മൾ എന്താണ് ശാശ്വത തത്വം എന്നൊക്കെ അന്വേഷിച്ചു പോകുന്നത് നമ്മൾ ഈ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യം വിദ്യാർത്ഥിയായിരുന്നു, അത് കഴിഞ്ഞ് ഗാർഹസ്ഥ്യത്തിലെ നമ്മളുടെ പീഡകളും മറ്റതും ഒക്കെ ഇങ്ങനെ വന്ന് വളരെയധികം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സൂപ്പറാനുവേഷൻ അവിടെ പെൻഷനൊക്കെ പറ്റി അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്ക് ആ വൃദ്ധസ്ഥാവൽ ചിന്താമഗ്ന എന്ന് പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ അവിടെ ഈ പറഞ്ഞതിനെയൊക്കെ അനലൈസ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ പുറത്ത് ഓരോ പാസ്റ്റായിട്ടുള്ള അനുഭവങ്ങളുടെയും പുറത്ത് അടയിരിക്കുകയാണ് ചെയ്യണത്. അതിനെ അനലൈസ് ചെയ്യുന്നതും അതിനെ ചിന്തിച്ച് ദുഃഖിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതിനെ അനലൈസ് ചെയ്യണം. പഠിക്കുന്നതും വായിക്കുന്നതും, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് നമ്മളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിന്റെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റ് ആയിട്ട് വന്നാലോ അത് നമുക്ക് വലിയ ബോറടി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അത് സമയം കുറെ ആയിപ്പോകുന്നു. ആ അനലൈസ് ചെയ്യുന്നതും നമ്മൾ പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെയധികം സമയം നീണ്ടുപോയി. നമുക്കിന്ന് ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം. നമഃ ശിവായ.